ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒട്ടും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വലിയ റിസ്ക് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇതൊരു വോയിസ് ഓവർ സൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് സെല്ല് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടിന് ഉടമയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് സെല്ല് ചെയ്തുകൊണ്ട് ഇവിടെ വരുമാനം നേടാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓരോ ബ്രാൻഡിനു വേണ്ടിയായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ബൈജൂസ് ലേണിംഗ് ആപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രാൻഡിനോ വേണ്ടിയായിരിക്കും നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വോയിസ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ബ്രാൻഡിന്റെ പരസ്യമാണ് നമ്മൾ നമ്മുടെ വോയിസ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഇവിടെ ജോബ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു വർക്കിന് തന്നെ നമുക്കൊരു $100 വരെയൊക്കെ ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വർക്കിനൊക്കെ $100 എന്നൊക്കെ പറയുമ്പോൾ അത് മാസം നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വേറെ വീടിന് പുറത്തൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ സെലക്ഷൻ വരുന്നത് നമ്മളൊരു ഡെമോ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡെമോ അക്സെപ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് കൂടുതൽ വർക്കുകൾ തരത്തുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു സൈറ്റിനെ പറ്റി പറയാം. ഇതൊരു വോയിസ് ഓവർ സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ID വെച്ചിട്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ വെരിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുക. തുടർന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഫർദർ പ്രൊസീഡിങ്സ് വരുന്നത്. ബാക്കി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അതിൽ വരും. അപ്പോൾ ആ വെരിഫിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബാക്കി പ്രൊഫൈൽ ഇൻഫോർമേഷൻ എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ഒക്കെ താല്പര്യമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ലാംഗ്വേജ് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മലയാളം മാത്രം അറിയുന്നവരാണെങ്കിൽ മലയാളം മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള വർക്കുകൾ മാത്രമേ അവർ തരികയുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ് ഇതൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ അത്തരം ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ലാംഗ്വേജസിലൊക്കെ അവർ നമുക്ക് വർക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു വർക്കിന് തന്നെ നമുക്ക് $100 കിട്ടുമെന്ന് പറഞ്ഞു. പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വോയിസ് ആണ് ഇവിടെ സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കുറെ ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, കുഞ്ഞു കുഞ്ഞു കാർട്ടൂണൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത്തരം കാർട്ടൂണുകളൊക്കെ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ആയിട്ടും അല്ലെങ്കിൽ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാം, ആരെങ്കിലും കഥ പറയുന്നതായിട്ട്. അപ്പോൾ ആ കഥ പറയുന്ന വ്യക്തി ചിലപ്പോൾ ഇതുപോലെ അയാളുടെ വോയിസ് സെല് ചെയ്ത് ആ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. നമ്മുടെ വോയിസ് അതിനുവേണ്ടി ആയിരിക്കാം ചിലപ്പോൾ സെല് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. പിന്നെ വർക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ മെസ്സേജിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മെസ്സേജ് ഓപ്ഷനിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് പുതിയ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും സൈറ്റിൽ കയറി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ കൊടുത്താൽ മാത്രം മതി. നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ ഒരു ഡെമോ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡെമോ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട്, നല്ല എക്സ്പ്രഷനോട് കൂടി നല്ല പ്ലസന്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് നമ്മളൊരു ഡെമോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡെമോ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ നോയ്സ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു വോയിസ് നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്യരുത്. അതായത് അത് ട്രിം ചെയ്യാനൊന്നും പാടില്ല, അത് കട്ട് ചെയ്യരുത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടുന്നതൊക്കെ ഈ ഒരു ഡെമോയുടെ ബേസിലായിരിക്കും. അപ്പോൾ ഈ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈറ്റാണ് കേട്ടോ ഇത്.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ വർക്ക് ഫ്രം ഹോമിൽ ഇത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ സൈറ്റുകളുടെ ഇൻഫോർമേഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്തുകയോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. നന്നായിട്ട് അന്വേഷിച്ച് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ കമ്പനി ഒരിക്കലും ഉത്തരവാദികളായിരിക്കില്ല. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്